ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കും. ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വ്യത്യസ്ത ഒരു വെറൈറ്റി വീഡിയോസുമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ തൊട്ട് വീട്ടിൻ്റെ അടുത്തുള്ള പറമ്പാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നന്നാരിയുടെ, അതായത് സർബത്തിൻ്റെ വേര് കുഴിച്ചെടുത്ത് സർബത്ത് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സർബത്തിൻ്റെ വേര് പറിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആദ്യം അത് കുഴിച്ചെടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നല്ലോണം വൃത്തിയാക്കി പാകം ചെയ്യാൻ. അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ട് മേലെയുള്ള പറമ്പിലാണ്. ഇവിടെയൊക്കെ നല്ലോണം നന്നാരിയുടെ വേര് ഉള്ളൊരു സ്ഥലമാണ്. മേലോട്ടൊക്കെ ഫുള്ള് ഒരു കാട് പിടിച്ച മലയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വേര് കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അതൊന്ന് കുഴിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാം, അതന്നെ അത് ബാക്കിയുള്ള ഇല ഒന്ന് മാറ്റിയാളാ, ബാക്കിയുള്ള അതുപോലെ മാറ്റിയാളാ. ഈ കാണുന്നതാണ് നന്നാരിയുടെ ഇല. അപ്പോൾ ഈ വേരാണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി വേരിത് കുഴിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുഴിച്ചോ. അപ്പോൾ നമ്മൾ കുഴിച്ചെടുത്തത് ആദ്യമായിട്ടൊന്ന് നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേര് ഏകദേശം ഒരു 3 സെൻറ്റിമീറ്ററോളം നീളം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വേര്. ഈ വേര് ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് സർബത്ത് ഉണ്ടാക്കാൻ പോകുന്നത്, നല്ല നാടൻ സർബത്ത്. അപ്പോൾ ബാക്കി നമ്മൾ എന്ത് ചെയ്യാം, ഒരുപാട് കുഴിക്കേണ്ടതുണ്ട്. നമ്മൾ ഇഷ്ടം കൂടി നീങ്ങിപ്പോകാം. ഇതാണോ ശരി? ഞാൻ ഇവിടെ ഉണ്ടോ വേറെ നോക്കട്ടെ. അവിടെ ഉണ്ട് 2-3 അടുപ്പിച്ചതാക്കണം, 2-3 അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഏകദേശം അത്യാവശ്യം ഇതിൻ്റെ വേര് ഇവിടെ ഉണ്ട്. നമുക്ക് ഇത് ഇവിടെ നിന്ന് തന്നെ കുഴിച്ചെടുത്ത് ഇതാക്കാം. ഞാൻ എടുത്തു കഴിഞ്ഞോ ഇതിൻ്റെ മേലോട്ടൊക്കെ ഫുള്ള്. അപ്പോൾ ഈ ഉയർന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ നന്നാരിയുടെ വേര് കാണപ്പെടുന്നത്. അതല്ലേ പിന്നെ സാധനം അങ്ങനെ കുത്തിയെടുത്തു. എടുത്ത് ഈ ഒരു വേര് കുഴിച്ചെടുക്കുന്നത് നമുക്ക് ശുദ്ധമായ നന്നാരി കുടിക്കാൻ വേണ്ടിയിട്ടാണ്, എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ പല എസൻസുകളും കൂട്ടിയിട്ടാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ യഥാർത്ഥ സ്വാദ് നമുക്ക് എന്ത് ചെയ്യൂല, ആ ഒരു സർബത്തിന് കിട്ടൂല. ഏകദേശം നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ, ഈ കുഴിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ഒരു 8ഓളം ഇതിൻ്റെ വേരെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തൊട്ട് മുമ്പ് മുകളിലത്തെ മുകളിലത്തെ ആ ഒരു നിലയിൽ പോയപ്പോൾ നമുക്ക് 1, 2, 3 മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. കാരണം ഏത്
ഇതന്നെ. അപ്പോൾ മുകളിലേക്ക് നമ്മൾ പോയപ്പോൾ എന്താ ചെയ്തില്ല, അവിടെ 3 വേര് മാത്രമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ആരും പറഞ്ഞ് കുഴിച്ചെടുക്കാനൊന്നും വരില്ല. ഈ ഒരു നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ കടയിൽ നിന്ന് വാങ്ങാനല്ലാണ്ട് ഇത്തരത്തിൽ കുഴിച്ചെടുത്ത് ഇത് ഉണ്ടാക്കുന്ന ഒരു രീതി നമ്മളാരും ഇതില്ല ചെയ്യുന്നില്ല. നമുക്ക് തന്നെ എന്താ ചെയ്യുക, പ്രകൃതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് നമുക്ക് എന്താ പറയുക സാധനങ്ങൾ ദൈവം പഠിച്ചിട്ടുണ്ട്. കുറച്ച് റിസ്ക് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇപ്പൊ കിട്ടിയ ലേശം തടിയില്ല വേരാലേ. ഏകദേശം ഒരു 10-15ഓളം വേര് നമ്മളിപ്പോൾ കിട്ടിയിന്. താഴോട്ട് നോക്കി നോക്കിയാ ഈ സ്ഥലത്ത് തന്നെ ഈ ഉണ്ട് ഒരു 10 ഇവിടെ തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത്രയ്ക്കും കൂടി കിടക്കുക. ഈ ബാക്കിയുള്ള പുല്ലിൻ്റെ ഇടയിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ കറക്റ്റ് ഒരു വേര് കണ്ടെത്താൻ കഴിയുന്നില്ല. അതാ നമ്മളിത് പറിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഇല പൊട്ടി പോകുന്നതുകൊണ്ട് നമുക്ക് താഴോട്ടുള്ള ഭാഗം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല, അതിൻ്റെ വേര് താഴോട്ടുള്ളത്. ഇത് ഇത്തരത്തിൽ പുല്ലിൻ്റെ ഇടയിലായതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്ന് സമയമെടുത്ത് കുഴിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മുകൾ വശത്തോ അതുപോലെ തന്നെ തൊട്ടടുത്ത വീടിൻ്റെ അടുത്തുള്ള ചെറിയ ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു നന്നാരിയുടെ വേര് ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തോ ഇത്തരത്തിൽ വേരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഇത്തരത്തിൽ സർബത്ത് ഉണ്ടാക്കാം. ഏകദേശം നമ്മൾ ആദ്യം ചട്ടി ചൂടായതിനു ശേഷം 1 കിലോ പഞ്ചസാര നമ്മൾ ചെയ്യുക, ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യം പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം പഞ്ചസാര ഏകദേശം ഒരു സർബത്തിൻ്റെ ഈ ഒരു നിറത്തിലായി വരും. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഏകദേശം 2 ലിറ്ററോളം വെള്ളം ഒഴിക്കുക. തുടർന്ന് ഒരു 10 മിനിറ്റ് ഈ ഒരു പഞ്ചസാര തിളച്ചതിന് ശേഷം, വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറിച്ച് ഈ ഒരു നന്നാറിയുടെ വേര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വേര് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഇറക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നന്നായി എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 5-6 മിനിറ്റോളം എന്ത് ചെയ്യുക, നമ്മൾ നന്നാറിയുടെ വേരിട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക.